സർ, വ്യവസായ രംഗത്ത്, വ്യവസായ മേഖലയിലൊക്കെ ഞങ്ങളൊക്കെ ഇവിടെ വ്യവസായ സംരംഭങ്ങൾ ആര് വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ സമീപനമല്ല, അത് വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങൾ ഇപ്പോൾ മാത്രമേ വ്യവസായം വരുന്നുള്ളൂ, ഇപ്പോൾ മാത്രമാണ് വ്യവസായം മുന്നേറ്റം ഉണ്ടാക്കിയത്. ഈ വ്യവസായം ഇത് കേരളത്തിൽ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങിയിട്ട് ഇത്രയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയും സർ. UDF കാലത്ത് ഇതാ ഒരു പരസ്യമാണ്. UDF കാലത്ത് 300, LDF ഭരണത്തിൽ 8 വർഷം കൊണ്ട് 6200 സ്റ്റാർട്ടപ്പുകളാണ് സർ. സ്റ്റാർട്ടപ്പുകൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന ആരാണ് സർ? ഏത് സംസ്ഥാനത്താണ് സർ ആദ്യമായി ആരംഭിച്ചത്? സർ, കേരളത്തിൽ UDF ഭരിക്കുമ്പോൾ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് വ്യവസായ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് സർ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്നത്. ഇന്ന് പിന്നെ എനിക്കൊരു ചോദ്യത്തിന് മറുപടിയായിട്ട് തന്നത് ഇവിടെ പറഞ്ഞത് 6200 8 വർഷം കൊണ്ട് സ്റ്റാർട്ടപ്പുകൾ. സർ, നാളിതുവരെ 560 സ്റ്റാർട്ടപ്പുകൾക്ക് ഗവൺമെന്റ് സഹായം നൽകി. അങ്ങ് നൽകിയ മറുപടിയാണ് 560 സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം. ബാക്കിയുള്ളവരൊക്കെ സ്വയം വന്ന് ചെയ്തു. ആ സ്വയം വന്ന് ചെയ്യുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് UDF ഗവൺമെന്റ് വ്യവസായ വകുപ്പ് ഭരിക്കുമ്പോഴും അതിന് തുടക്കം കുറിക്കുമ്പോഴാണ് എന്ന് അങ്ങേ ഓർമ്മിപ്പിക്കുകയാണ്, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഇരിക്കുമ്പോൾ. പിന്നെ അങ്ങയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കഴിഞ്ഞ ദിവസം യാദൃശ്യമായി കണ്ട ഒരു റീല് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് 3600 കോടിയുടെ പദ്ധതി ഉൽപാദന ടേൺ ഓവറുള്ള പദ്ധതി പ്രോജക്റ്റുകളുണ്ട്, അതുപോലെ മറ്റു പല പദ്ധതികളുണ്ട്. ആ പദ്ധതികളുടെ ഒക്കെ പേരൊക്കെ അങ്ങ് വളരെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ധരിച്ചു അങ്ങ് ഇങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ അങ്ങയുടെ കാലത്ത് വന്ന കാര്യങ്ങളാണ് എന്നാണ് ധരിച്ചത്. പക്ഷേ യഥാർത്ഥത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞിട്ടില്ല കേട്ടോ, അതൊക്കെ വന്നത് എന്റെ കാലത്ത് അങ്ങ് പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു വളരെ ബോധപൂർവമായ ഒരു ശ്രമം അങ്ങയുടെ കാലത്താണെന്ന് പറയുന്ന രീതിയിൽ അത് വന്നിരിക്കുന്നു. അതൊക്കെ 1980-കളിൽ ആരംഭിച്ചതാണ്, 1990-കളിൽ ആരംഭിച്ചാണ്. ആ ആരംഭിച്ച പദ്ധതികളൊക്കെ ഇപ്പൊ അങ്ങയുടെ കാലത്ത് വന്നു എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണത്തിന്റെ ഒരു കാലഘട്ടമാണ് സർ ഇത്. പ്രവൃത്തിയും യാഥാർത്ഥ്യവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഗവൺമെന്റ് ഒന്നിച്ചിറങ്ങിയിരിക്കുകയാണ് പ്രചരണത്തിന് വേണ്ടി. വ്യവസായ വകുപ്പ് പ്രത്യേകിച്ച് അതിന് മുൻപന്തിയിലാണ്. അങ്ങ് പ്രത്യേകിച്ച് മാർക്കറ്റിംഗിൽ ഒരു പ്രത്യേക പ്രാവീണ്യമുണ്ട്. അങ്ങ് ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് എന്താണ് എന്ന് അങ്ങേക്കും അറിയാം, എനിക്കും അറിയാം. ഇവിടെ പറഞ്ഞ പോലെ പരമ്പരാഗത വ്യവസായങ്ങളൊക്കെ തകർച്ചയിലാണ്. അങ്ങ് എനിക്കൊരു മറുപടി തന്നിട്ടുണ്ട്. വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ, രജിസ്റ്റർ ചെയ്ത പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ UDF ഭരിക്കുമ്പോൾ എത്ര സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണ്? അങ്ങ് മറുപടി പറഞ്ഞു 2016 വരെ 31 സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണ്. ഇനി ഇപ്പോൾ എത്ര നഷ്ടത്തിലാണ്? 8 വർഷം ഭരിച്ചപ്പോ 8 വർഷം 33, 9 വർഷം കഴിച്ചപ്പോൾ 33, 2 കൂടിയെന്തിന്? നഷ്ടത്തിന്റെ പട്ടികയിൽ ഒന്നെങ്കിലും കുറയ്ക്കാൻ നിങ്ങൾ കഴിഞ്ഞു സർ? ഒരെണ്ണം പോലും കുറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടാണ് നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ബജറ്റിൽ പറഞ്ഞു 3 കോടി രൂപ ഇൻഡസ്ട്രി എസ്റ്റേറ്റിന് കൊടുക്കും എന്ന് പറഞ്ഞു. സാർ, ഞാൻ എന്റെ നിയോജകമണ്ഡലത്തിൽ പോലും സ്വകാര്യ വ്യക്തികൾ അവരോട് പറഞ്ഞു നിങ്ങൾ നിർബന്ധമായിട്ടും കഴിയുമെങ്കിൽ തുടങ്ങണമെന്ന്. സർ, 3 കോടി രൂപ പോയിട്ട് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറിന് 3 രൂപ ഇതുവരെ അവർക്ക് കിട്ടിയിട്ടില്ല. കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് നിങ്ങൾ 3 കോടി രൂപ വെച്ച് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് അറിയിക്കണം എന്നാണ് സർ പറഞ്ഞത്. സർ, അങ്ങ് മറ്റൊരു പദ്ധതി അതിന് മുമ്പ് പറഞ്ഞു 1 ഫാമിലി 1 എന്റർപ്രണർ OFOE ഇതുവഴി 100 കോടി ക്ലബിലേക്ക് 1000 സ്ഥാപനങ്ങൾ കൊണ്ടുവരും എന്നങ്ങ് പറഞ്ഞു. എത്ര സ്ഥാപനങ്ങൾ വന്നു സർ? എത്ര സ്ഥാപനങ്ങൾ വന്നു സർ? അങ്ങ് ഓരോ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നു എന്നല്ലാതെ പ്രാവർത്തിക തലത്തിൽ എത്ര എത്തുന്നു എന്നുകൂടി നിങ്ങൾ പരിശോധിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ കമ്പനി അങ്ങ് പറഞ്ഞാണ് ഒലിയറോസിനസ് കമ്പനി, ടെറോമ പെൻപോൾ തുടങ്ങിയ കമ്പനിയെ കുറിച്ചാണ് നേരത്തെ അങ്ങ് പറഞ്ഞിരുന്നു. ഞാൻ എഴുതി വെച്ച ആ കമ്പനികൾ ഏത് കാലത്ത് ആരംഭിച്ചതാണ്? അപ്പൊ നമ്മൾക്ക് അങ്ങനെയല്ല, ഇതിനകത്ത് എന്തൊക്കെയോ നടക്കുന്നു എന്ന് വരുത്തലല്ല, യഥാർത്ഥത്തിൽ വ്യവസായങ്ങളുടെ സ്ഥിതിയാണ്. സർ, ഞാൻ മലബാറിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഒരിക്കൽ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കാൻ പോയി കഴിഞ്ഞ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്റെ അടുത്തിരിക്കുന്ന സുഹൃത്ത് എന്നോട് പറഞ്ഞു ഞങ്ങൾ ഹോളോ ബ്രിക്സ് കമ്പനി നടത്തുന്നവരാണ്. മലപ്പുറം ജില്ലയിൽ മാത്രം കഴിഞ്ഞ 2 വർഷമായിട്ട് ഹോളോ ബ്രിക്സിന്റെ 78 കടകൾ പൂട്ടി എന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു. നിർമ്മാണ യൂണിറ്റുകൾ. എന്റെ ഒരു സുഹൃത്തുണ്ട് ബസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന, മലബാറിൽ ബസ് വ്യവസായം എന്ന് പറയുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നത് സർ. അവിടെ ഇന്ന് ബസ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന അവിടെ മലബാറിൽ നിന്ന് വരുന്നവർ ചോദിച്ചാൽ അറിയാം. ഞങ്ങൾ പൂർണ്ണമായി KSRTC ആശ്രയിച്ചല്ല, ഞങ്ങളൊക്കെ പ്രൈവറ്റ് ബസ്സിനെ ആശ്രയിച്ച് കഴിയുന്നവരാണ് വർഷങ്ങളായിട്ട്. ആ ഇൻഡസ്ട്രി ഇന്ന് പൂർണ്ണമായി തകർച്ചയിലാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിലില്ലാത്ത സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഈ രീതിയിൽ ഇന്ന് കേരളത്തിലെ വ്യവസായങ്ങൾ ഓരോന്നായി തകരുന്നു. ട്രേഡ് കൂട്ടിയാണല്ലോ അങ്ങ് ഈ വലിയ കണക്കുകൾ പറയുന്നത്. ഈ ട്രേഡിന്റെ സ്ഥിതി എന്താ സർ? നിങ്ങളൊക്കെ വ്യാപാരികളുമായിട്ടും കച്ചവടക്കാരും ബന്ധമില്ല. നമ്മൾ ഓരോ സ്ഥലം എടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടിക്കൊണ്ടിരിക്കുന്നു. നിലനിൽക്കുന്ന കച്ചവടങ്ങൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വളരെ പ്രയാസപ്പെടുന്നു. മണി ഫ്ലോ ഇന്ന് വളരെ കുറവാണ്. കച്ചവടങ്ങൾ നടക്കുന്നില്ല. നമ്മുടെ ടെക്സ്റ്റൈൽസ് പരിശോധിക്കൂ, നമ്മുടെ സ്പിന്നിംഗ് മില്ലെടുത്ത് പരിശോധിക്കൂ.
ഏതെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും ഇന്ന് വളരെ പ്രയാസകരമായ അവസ്ഥയിലാണ്. Yes. ആ ഒരു സാഹചര്യം വരുമ്പോഴും Yes, please. അങ്ങ് പറയുന്നത് ഇവിടെ വ്യവസായത്തിന് കുഴപ്പമില്ല എന്നാണ്. അതുകൊണ്ട് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി കാര്യങ്ങൾ കാണുക എന്നുള്ളതാണ് സർ ഇന്നത്തെ ശ്രീ പി. എസ്. സുമാൻ. ഈ പ്രതിസന്ധി അതിജീവിക്കാനുള്ള കാര്യം. അതിനുള്ള തയ്യാറെടുപ്പ് വ്യവസായ വകുപ്പ് എടുക്കണം. ഞങ്ങൾ